എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കിക്കോളൂ. അതായത് നമ്മൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയ ചെക്ക് മടങ്ങുക അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ചെക്ക് മടങ്ങുക എന്നുള്ളത്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്നതാണ്. അപ്പം ഇനി മുന്നോട്ടേക്ക് പുതിയതായിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നവരൊക്കെ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോളൂ. എങ്ങനെയായിരിക്കും ഒരു ചെക്ക് മടങ്ങിയാൽ അതിന്റെ ജേണൽ എങ്ങനെ പാസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ കസ്റ്റമർ ഒരു ചെക്ക് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ജേണലായിരിക്കും പാസ് ചെയ്യുക? നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അതേപോലെ കസ്റ്റമർ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണല്ലോ പാസ് ചെയ്യുക. ഇനി ആ കസ്റ്റമർ തന്ന ചെക്ക് മടങ്ങിയാൽ, എന്തെങ്കിലും കാരണവശാൽ മടങ്ങിയാൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി ഇടുക. അതായത് നമ്മൾ കസ്റ്റമർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ പണ്ടത്തെ പോലെ തന്നെയായി, നേരെ ഓപ്പോസിറ്റ് എൻട്രി ഇട്ടാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മൾ കൊടുത്ത ചെക്ക്. നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മളെ സപ്ലയർ നമ്മൾ എന്ത്